ഹലോ ചാപ്റ്റർ 11 ഡേറ്റ ഹാൻഡ്ലിംഗ്. എന്താണ് ഡേറ്റ എന്ന് പറഞ്ഞാൽ? ഡേറ്റ എന്നാൽ വിവരങ്ങൾ എന്നാണ് അർത്ഥം. ഫോർ എക്സാമ്പിൾ, നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ച് നിങ്ങൾ കൊടുക്കുന്ന ഉത്തരങ്ങൾ അല്ലെങ്കിൽ ഒരു കാര്യത്തെ പറ്റിയുള്ള വിവരം. അതായത് ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരാൾ വന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേര് ചോദിക്കുകയാണെന്ന് കരുതുക. ആ പേരുകളാണ് ഡേറ്റ. അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് കളർ എന്താണെന്ന് ചോദിക്കുകയാണ്. അതൊരു സെറ്റ് ഓഫ് ഡേറ്റയാണ്. അപ്പോൾ വിവരങ്ങളെയാണ് ഡേറ്റ എന്ന് പറയുന്നത്. അത് എന്തുമാവാം. ഇനി ഡേറ്റ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കയ്യിൽ കുറെ വിവരങ്ങളുണ്ട്, പല കാര്യങ്ങളെ പറ്റിയുള്ള വിവരങ്ങളുണ്ട്. ഇത് എന്തിനെങ്കിലും വേണ്ടി യൂസ് ചെയ്യാണ്. അതായത് ഡേറ്റ കളക്ട് ചെയ്തിട്ട് അത് നോക്കി അതിനെപ്പറ്റി മനസ്സിലാക്കി അതിന്റെ ബേസ് ചെയ്തിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നതിനാണ് ഡേറ്റ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ രീതിയിൽ ബേസിക് ആയിട്ട് ഡേറ്റ ഹാൻഡിൽ ചെയ്യുന്നതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ്, ഫേവറേറ്റ് കളേഴ്സ്. ലുക്ക് അറ്റ് ദ പിക്ചർ. കംപ്ലീറ്റ് ദ ടേബിൾ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ കളേഴ്സിന്റെ പേര് എഴുതിയിട്ടുണ്ട്, നമ്പർ ഓഫ് ചിൽഡ്രൻ. ഓരോരുത്തരും ഇട്ടിരിക്കുന്ന വസ്ത്രത്തിനനുസരിച്ച് എത്ര കുട്ടികളുണ്ട് എന്നുള്ള നമ്പറാണ് ഇവിടെ ഫിൽ ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ, റെഡ്. എത്ര പേരാ റെഡ് ഇട്ടിരിക്കുന്നത്? ഒരേ ഒരാളേ ഉള്ളൂ, സോ 1. നെക്സ്റ്റ്, ഗ്രീൻ. 1, 2, 3. ഗ്രീൻ ഇട്ടിരിക്കുന്നത് 3 പേരാണ്. ബ്ലൂവോ? 1, 2, 3 and 4. 4 പേര് ബ്ലൂ ഡ്രസ് ഇട്ടിരിക്കുകയാണ്. യെല്ലോ 1 and 2. സോ 2 പേര് യെല്ലോ ഡ്രസ് ആണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, നമുക്കത് ആൻസർ ചെയ്യാൻ നോക്കാം. ദ മോസ്റ്റ് ലൈക്ഡ് കളർ ഈസ്. എങ്ങനെയാണ് മോസ്റ്റ് ലൈക്ഡ്, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കളർ കണ്ടുപിടിക്കുക? നമ്മുടെ കയ്യിൽ ഡേറ്റ ഉണ്ട്, ആ ഡേറ്റ നോക്കിയാൽ മതി അല്ലേ? ഇവിടെ ഈ ടേബിൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ബ്ലൂ കളറുള്ള ഡ്രസ്സാണ്. സോ ദ മോസ്റ്റ് ലൈക്ഡ് കളർ ഈസ് ബ്ലൂ. നെക്സ്റ്റ്, ദ ലീസ്റ്റ് ലൈക്ഡ് കളറോ? ഇപ്പൊ ഈ ടേബിളിൽ നോക്കി അതും കണ്ടുപിടിക്കാൻ പറ്റും. സി, ഒരാളെ റെഡ് ഡ്രസ് ഇട്ടുള്ളൂ, സോ റെഡ്. യെല്ലോ കളർ ഈസ് ലൈക്ഡ് മോർ ദാൻ റെഡ്. എന്തുകൊണ്ടാണ്? റെഡ് കളർ ഒരാൾക്കേ ഇഷ്ടമുള്ളൂ, യെല്ലോ 2 പേർക്ക് ഇഷ്ടമാണ്. സോ യെല്ലോ കളർ ഈസ് ലൈക്ഡ് മോർ ദാൻ റെഡ്. ഡാഷ് കളർ ഈസ് ലൈക്ഡ് മോർ ദാൻ ഗ്രീൻ. ഗ്രീനിനേക്കാളും കൂടുതലായിട്ട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണ്? ഗ്രീൻ 3 ഉള്ളൂ, ബ്ലൂ 4 ഉണ്ട്. സോ ബ്ലൂ കളർ ഈസ് ലൈക്ഡ് മോർ ദാൻ ഗ്രീൻ. നെക്സ്റ്റ്, ഡാഷ് കളർ ഈസ് ലൈക്ഡ് ലെസ് ദാൻ ഡാഷ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഏതെങ്കിലും 2 കളർ എടുക്കുക, അതിൽ ഏത് കളറാണ് ലെസ് ദാൻ അതർ കളർ എന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഈ ലാസ്റ്റ് 2 കളർ നോക്കാം. ബ്ലൂ 4 പേർക്ക് ഇഷ്ടമാണ്, യെല്ലോ 2 പേർക്കേ ഇഷ്ടമുള്ളൂ. സോ യെല്ലോ കളർ ഈസ് ലൈക്ഡ് ലെസ് ദാൻ ബ്ലൂ. ഇപ്പൊ ഈസി അല്ലേ ചെയ്യാൻ? ഇനി അടുത്തടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വേഗം വേഗം ചെയ്യാൻ ശ്രമിക്കുക. പിക്നിക് ഡേ. Children are having a fruit party. They are eating their favorite fruits. ഇവിടെ ഒരു പിക്നിക് പാർട്ടി നടക്കുകയാണ്. കുട്ടികളൊക്കെ അവരുടെ ഫേവറേറ്റ് ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ട്. കംപ്ലീറ്റ് ദ ടേബിൾ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഓരോ ഫ്രൂട്ട്സിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്, എത്ര പേര് അത് കഴിക്കുന്നുണ്ട്. ആദ്യം നമുക്കിവിടെ എത്ര കുട്ടികൾ ഉണ്ടെന്നൊന്ന് എണ്ണി നോക്കാം. ടോട്ടൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 and 13. So total number of children 13 ആണ്. ഇനി അതില് എത്ര പേർക്ക് ഓറഞ്ച് ഇഷ്ടമാണ്? സി, ആരൊക്കെയാണ് ഓറഞ്ച് കഴിക്കുന്നത്? ഇവിടെ ഈ ബോയും 2 പേരാണ് ഓറഞ്ച് കഴിക്കുന്നത്. സോ നമ്പർ ഓഫ് ചിൽഡ്രൻ 2. നെക്സ്റ്റ്, ആപ്പിൾ. എത്ര പേര് ആപ്പിൾ കഴിക്കുന്നു? 1, 2. അഗെയിൻ 2 പേരാണ് ആപ്പിൾ കഴിക്കുന്നത്. നെക്സ്റ്റ്, ഇവിടെ ഒരാള് കിവി കഴിക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് ഒരാള് മാത്രം കിവി കഴിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ കിവി കഴിക്കുന്നത് 1. നെക്സ്റ്റ്, ഗോവ എത്ര പേര് കഴിക്കുന്നുണ്ട്? 1, 2 and 3. 3 പേര്. ഇനി ഇവിടെ കുറെ പേര് ബനാന കഴിക്കുന്നുണ്ട്. അത് ഈ ടേബിളിൽ അവർ ചോദിച്ചിട്ടില്ല, എന്നാലും നമുക്കൊന്ന് നോക്കാം.
എത്ര പേര് ബനാന കഴിക്കുന്നുണ്ട്? 1, 2, 3, 4 and 5. 5 പേര് ബനാന കഴിക്കുന്നുണ്ട്. ഇനി ഈ ടേബിൾ ഉപയോഗിച്ചിട്ട് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം. How many children are there in the picture? നമ്മൾ ആദ്യം തന്നെ കൗണ്ട് ചെയ്തു. There are 13 children. Number of children who like apple is? ഈ ടേബിൾ നോക്കി പറയൂ. 2. Most liked fruit is? Most liked banana. Because 5 പേരാണ് banana കഴിക്കുന്നത്. So, banana. Least liked fruit is? ഒരാള് മാത്രമേ kiwi കഴിക്കുന്നുള്ളൂ. So, least liked fruit is kiwi. Number of children who like guava is more than, less than or equal to the number of children who like apple. അപ്പൊ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ഗോവ കഴിക്കുന്ന ആളും ആപ്പിൾ കഴിക്കുന്ന ആളും തമ്മിലാണ്. സി, ഗോവ 3 പേര് കഴിക്കുന്നുണ്ട്, ആപ്പിൾ 2 പേരാണ് കഴിക്കുന്നത്. സോ number of children who like guava is more than. ഇവിടുത്തെ ലെസ് ദാനും ഈക്വൽ ടുവും വേണ്ട, മോർ ദാൻ ആണ് അല്ലെ. മോർ ദാൻ ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഹു ലൈക്ക് ആപ്പിൾ. നമ്പർ ഓഫ് ചിൽഡ്രൻ ഹു ലൈക്ക് ആപ്പിൾ is more than or less than or equal to the number of children who like banana. ബനാന കഴിക്കുന്നത് 5 പേരും ആപ്പിൾ കഴിക്കുന്നത് 2 പേരുമാണ്. സോ ആപ്പിൾ കഴിക്കുന്നത് ലെസ് ദാൻ. നമുക്ക് മോർ ദാൻ വേണ്ട, ഈക്വൽ ടു വേണ്ട, ലെസ് ദാൻ the number of children who like banana. Next, the number of children who like orange more than, less than or equal to the number of children who like the kiwi. Kiwi ആണ് least liked അല്ലേ. ഓറഞ്ച് 2 പേർക്ക് ഇഷ്ടമാണ്. So number of children who like oranges more than, ഇവിടെ less than വേണ്ട, equal to വേണ്ട, more than the number of children who like kiwi. Next, discuss the picture and fill the table. ഇവിടെ ചിത്രത്തിൽ നോക്കി നിങ്ങൾക്ക് ഈ ടേബിൾ ഫിൽ ചെയ്യണം. ഈ ചിത്രത്തിൽ കുറെ കുട്ടികൾ സ്കൂളിലേക്ക് വരുന്ന രീതിയാണ് കാണിച്ചിരിക്കുന്നത്. കുറെ പേര് നടന്നാണ് പോകുന്നത്, കുറെ പേര് സ്കൂൾ ബസ്സിലാണ്, വേറെ കുറച്ചു പേര് സൈക്കിളിലാണ്, കുറച്ചു പേരെ പേരൻസ് ബൈക്കിൽ ഡ്രോപ്പ് ചെയ്യാണ്, കുറച്ചു പേര് ഓട്ടോയിലാണ് പോകുന്നത്. നിങ്ങളുടെ സ്കൂളിലും ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ. ഇനി ഈ ചിത്രം നോക്കി എത്ര പേരാണ് ഓരോരോ മോഡിലായിട്ട് വരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട് നടന്നു പോകുന്ന കുട്ടികളുടെ എണ്ണം 8. കൗണ്ട് ചെയ്ത് നോക്കാം. 1, 2, 3, 4, 5, 6, 7 and 8. 8 കറക്റ്റ് ആണ്. ഇനി ഓട്ടോയില് എത്ര കുട്ടികളാ വരുന്നത് നോക്കാം. 1, 2, 3, 4, 5, 6, 7. 7 പേരാണ് ഓട്ടോയിൽ വരുന്നത്. ഇനി സൈക്കിളിലോ 1, 2, 3, 4 and 5. 5 പേരാണ് സൈക്കിളിൽ വരുന്നത്. ബൈക്കില് 2 പേര് 1, 2. സ്കൂൾ ബസ്സിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 and 11, 12. 12 കുട്ടികള് സ്കൂൾ ബസ്സിലാണ് വരുന്നത്. Read the table and draw faces in the chart given below to show the number of students coming to the school by different modes. One smile face equal to 1 student. Look at the chart and fill in the blanks. ഈ ടേബിളിൽ ഓരോന്നിന്റെയും നേരെ കൊടുത്തിരിക്കുന്ന നമ്പറിനനുസരിച്ച് ഈ ഒരു ചാർട്ടില് നിങ്ങൾ ഫേസ് വരയ്ക്കുകയാണ് വേണ്ടത്. ഫസ്റ്റ് വൺ ഇവിടെ തന്നിട്ടുണ്ട്. ഓൺ ഫുട്ട് അല്ലെങ്കിൽ നടന്ന് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളുടെ 8. 1, 2, 3, 4, 5, 6, 7, 8. 8 ഫേസസ് വരച്ചിട്ടുണ്ട്. ഇനി ഓട്ടോറിക്ഷയിൽ എത്ര പേരായിരുന്നു പോകുന്നത്? 7. അപ്പൊ നിങ്ങൾ അവിടെ 7 ഫേസസ് വരയ്ക്കണം. 1, 2, 3, 4, 5, 6, 7. 7 ഫേസസ് വരച്ചു അല്ലേ. ഇനി സ്കൂൾ ബസ്സിൽ പോകുന്നവര് 12 ആണ്. ഇവിടെ 12 ഫേസസ് വരയ്ക്കണം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 and 12. നെക്സ്റ്റ് ബൈക്കിൽ എത്ര പേര് പോകുന്നു? 2 പേര്. സോ 2 ഫേസസ്. ഇനി സൈക്കിളിലോ 5 പേര്. 1, 2, 3, 4 and 5. സ്വന്തമായിട്ട് ഈ ചാർട്ട് വരച്ച് കംപ്ലീറ്റ് ചെയ്യാം.
ഇനി ഈ ഒരു ടേബിളും ഈ ചാർട്ടും ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മോസ്റ്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് കം ടു സ്കൂൾ ബൈ 12 സ്റ്റുഡൻസ് കം ബൈ ബസ്. സോ ബസ്. നെക്സ്റ്റ് ലീസ്റ്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് കം ടു സ്കൂൾ ബൈ ഏത് ഓപ്ഷൻ ആണ്? ബൈക്ക്. സോ ബൈ bike. The number of students who come to school using bus is less or more than the number of students who come using auto rickshaw. ബസ്സിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത്. So that is more than auto rickshaw. The number of students who come to school using bike is dash the number of students come using bicycle. The number of students who come to school by bike is less than the number of students who come using bicycle. Number of students who come to school using dash is less than the number of students who come using. ഇത് നമുക്ക് ഏതെങ്കിലും രണ്ട് ഓപ്ഷൻ എടുക്കാം. ഒന്ന് ബൈക്ക് ആൻഡ് ബസ് എടുക്കാം. ഇപ്പൊ നമുക്ക് എഴുതാം the number of students who come to school using bus is more than the number of students who come using bike. ഇതല്ലാതെ വേറെ ഏതെങ്കിലും രണ്ട് ഓപ്ഷനും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഗെയിംസ് വി പ്ലേ. ഇനി അടുത്തത് ഗെയിംസിനെ പറ്റിയുള്ള ഡേറ്റ കളക്ഷൻ ആണ്. കുറെ കുട്ടികൾ ഗ്രൗണ്ടിൽ പലതരം ഗെയിംസ് കളിക്കുകയാണ്. ഓരോ ഗെയിംസും കളിക്കുന്ന കുട്ടികളുടെ എണ്ണമാണ് നമുക്ക് ഈ ടേബിളിൽ എൻ്റർ ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ ക്രിക്കറ്റ്. എവിടെയാണ്? ഇവിടെയാണ് ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികൾ ഉള്ളത്. എത്ര പേരാണ്? 1 2 3 4 5 6 7 and 8. 8 പേരാണ് ക്രിക്കറ്റ് കളിക്കുന്നത്. ഇനി ഫുട്ബോൾ കളിക്കുന്നത് എത്ര പേരാണ്? ഇവിടെയാണ് ഫുട്ബോൾ കളിക്കുന്നത്. 1 2 3 4 5 and 6. 6 പേരാണ് ഫുട്ബോൾ കളിക്കുന്നത്. നെക്സ്റ്റ് പിത്തു. പിത്തു കളിക്കുന്ന എത്ര പേരാണ്? ഇവിടെയാണ്. സോ 1 2 3 4 5. 5 പേര് പിത്തു കളിക്കുന്നു. അടുത്തത് ഗില്ലി ദണ്ഡ. 1 2 3 4. 4 പേര് ഗില്ലി ദണ്ഡ കളിക്കുന്നു. ഇനി അടുത്തത് കബഡിയാണ്. ഇവിടെ ഒരു യെല്ലോ കളറുള്ള കോട്ട് ഉണ്ട്. ഇവിടെയാണ് കബഡി കളിക്കുന്നത്. അത് 1 2 3 4 5 6. 6 പേരാണ്. ഓക്കെ. ഇനി ഈ ടേബിൾ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. യൂസ് ദ ടേബിൾ ടു ഡ്രോ ഫേസസ്. മുന്നേ ചെയ്ത പോലെ തന്നെ നമുക്ക് ഫേസസ് വരയ്ക്കാം. ടു ഷോ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ചാർട്ട് ബിലോ. ഫസ്റ്റ് ഗില്ലി ഡണ്ട. എത്ര പേരാണ് കളിക്കുന്നത്? 4. 1 2 3 4. 4 ഫേസസ് വരച്ചു. കബഡി എത്ര പേരാണ്? 6. 1 2 3 4 5 6. പിത്തു എത്ര പേര് കളിക്കുന്നു? 5 പേര്. 1 2 3 4 5. ഫുട്ബോൾ 6 പേര്. 1 2 3 4 5 6. ക്രിക്കറ്റോ 8 പേര് കളിക്കുന്നുണ്ട്. സോ 3 4 5 6 7 8. ഇനി ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? ദ മോസ്റ്റ് ലൈക്ഡ് ഗെയിം ഇസ് ക്രിക്കറ്റ്. കാരണം അതാണ് കൂടുതൽ ആൾക്കാർ കളിക്കുന്നത്. സോ മോസ്റ്റ് ലൈക്ഡ് ഗെയിം ഇസ് ക്രിക്കറ്റ്. ലീസ്റ്റ് ലൈക്ഡ് ഗെയിം ഇസ്, ലീസ്റ്റ് ലൈക്ക് എന്ന് പറഞ്ഞാൽ ഗില്ലി ഡണ്ടയാണ്. അത് 4 പേര് മാത്രമേ കളിക്കുന്നുള്ളൂ. പിത്തു ഇസ് ലൈക്ഡ് മോർ ദാൻ. പിത്തു 5 പേർക്കാണ് ഇഷ്ടം. അത് ഏതിനേക്കാളും കൂടുതലാണ്? ഗില്ലി ഡണ്ടയേക്കാളും കൂടുതലാണ്. സോ പിത്തു ഇസ് ലൈക്ഡ് മോർ ദാൻ ഗില്ലി ഡണ്ട. ഇനി ഡാഷ് ഇസ് ലൈക്ഡ് മോർ ദാൻ ഫുട്ബോൾ. ഫുട്ബോള് 6 ആൾക്കാർക്ക് ഇഷ്ടമാണ്. അതിനേക്കാളും കൂടുതലുള്ളത് ക്രിക്കറ്റ് ആണ്. ക്രിക്കറ്റ് ഈസ് ലൈക്ഡ് മോർ ദാൻ ഫുട്ബോൾ. Let us do. Discuss in your class and ask your friends about the vegetable they like the most. Complete the table. ഇനി ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ട ഒരു ടേബിൾ ആണ്. നമ്മൾ ഇപ്പൊ ഇത്രയും നേരം ചെയ്തില്ലേ? അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ 2-3 വെജിറ്റബിൾസ് ചൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ തൽക്കാലത്തേക്ക് നമുക്ക് ഈ ഒരു 4 വെജിറ്റബിൾസിന്റെ പേര് എഴുതാം. എന്നിട്ട് നിങ്ങളുടെ ക്ലാസ്സിൽ ചോദിച്ചു എന്ന് കരുതുക. 10 പേർക്ക് ക്യാരറ്റ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. 2 പേർക്ക് സ്പിനാച്ച് ആണ് ഇഷ്ടം. 12 ആളുകൾക്ക് പൊട്ടാറ്റോ ആണ് ഇഷ്ടം. 20 ആളുകൾക്ക് ബ്രോക്കലി ആണ് ഇഷ്ടം എന്ന് കരുതുക. അപ്പൊ നിങ്ങൾക്ക് ഈ ടേബിൾ എങ്ങനെ എഴുതാം? മോസ്റ്റ് ലൈക്ഡ് വെജിറ്റബിൾ ഏതാണ്? ബ്രോക്കലി. ലീസ്റ്റ് ലൈക്ഡ് വെജിറ്റബിളോ? സ്പിനാച്ച്.
Dash is liked more than dash. ഏതെങ്കിലും രണ്ടെണ്ണം എടുക്കുക. So, carrot is liked more than spinach and dash is liked less than. രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ potato is liked less than broccoli. ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസും അതിൽ നിങ്ങളുടെ ക്ലാസ്സിലെ കൗണ്ടും അനുസരിച്ച് ഈ ഒരു പോർഷൻ ഫിൽ ചെയ്യാം. Ask your friends about the number of family members living in their homes. Fill in the table given below. നിങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും വീട്ടിൽ ഒരേ നമ്പർ ഓഫ് ആൾക്കാരാണോ ഉണ്ടാവുക? ചിലരുടെ വീട്ടിൽ ഒരാളെ ഉണ്ടാവുള്ളൂ, ചിലരുടെ വീട്ടിൽ 2 പേരുണ്ടാവും, ചിലരുടെ വീട്ടിൽ 3 പേരുണ്ടാവും, ചിലരുടെ വീട്ടിൽ 10 പേരായിരിക്കാം. അപ്പോ അങ്ങനെയുള്ള ഡേറ്റ കളക്ഷൻ ആണ് അടുത്ത വർക്ക്. നിങ്ങൾ ഓരോരുത്തരോട് പോയി ചോദിക്കും നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ട്. അവർ ഓരോരുത്തരും അവരുടെ വീട്ടിലുള്ള നമ്പേഴ്സ് നിങ്ങളോട് പറയും. അങ്ങനെ എത്ര പേരുടെ വീട്ടില് ഒരു ആള് മാത്രമുണ്ട്, എത്ര പേരുടെ വീട്ടില് 2 പേരുണ്ട്, എത്ര പേരുടെ വീട്ടില് 3 പേരുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ എഴുതണം. ഫോർ എക്സാമ്പിൾ 1 people 0 ആണെന്ന് വിചാരിക്കുക. 2 people 10 പേരുണ്ടെങ്കിലോ, 3 people ഒരു 15 സ്റ്റുഡൻസ് ഇൻ യുവർ ക്ലാസ് അവരുടെ വീട്ടില് 3 ആളുകൾ വീതമുണ്ട്. ഇനി 20 people അവരുടെ വീട്ടില് 4 പേരാണ് ഉള്ളത്. പിന്നെ 12 പേരുടെ വീട്ടില് 5 ആളുകളാണ് ഉള്ളത് എന്ന് കരുതുക. അപ്പൊ ഇവിടെ most families are having dash number of people. ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ നിങ്ങളുടെ ക്ലാസ്സിലുള്ള 20 പേരുടെ വീട്ടിലും 4 പേരാണ് ഉള്ളത് അല്ലെ? Most families are having 4 people in their homes. Least number of people living in a home is least number of people. ഇവിടെ 0 ആൾക്കാരാണ് ഒരാളുള്ളത്. സോ 1. അങ്ങനെ ഇത് കറക്റ്റ് ആൻസർ അല്ല, കാരണം നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളോട് ചോദിച്ച് എത്ര പേരുടെ വീട്ടില് ഇത്രയും ആളുകൾ ഉണ്ട് എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം വേണം ഈ ആൻസേഴ്സ് ഫിൽ ചെയ്യാൻ. ഓക്കെ, നെക്സ്റ്റ് പ്രൊജക്ട് വർക്ക്. ഇതും നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ടതാണ്. വിസിറ്റ് നിയർ ബൈ ഫാമിലീസ് ടു ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് ഫാമിലീസ് which have their grandparents living with them. Record the information to fill the table. അപ്പൊ പല പല വീടുകളിലായിട്ട് പോവാ. നിങ്ങളൊരു 10 വീട്ടിൽ പോയി എന്ന് വിചാരിക്കുക. അപ്പൊ അവിടെ എത്ര വീട്ടില് ബോത്ത് ദ ഗ്രാൻഡ് പേരൻസ്, അതായത് ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ഉണ്ട്. അപ്പൊ 10 സ്ഥലത്ത് പോയതില് 4 ഹൗസസില് 2 ഗ്രാൻഡ് പാരൻസും ഉണ്ടെന്ന് വിചാരിക്കുക. ഇനി 3 വീടുകളില് ഓൺലി ഫീമെയിൽ ഗ്രാൻഡ് പാരൻസ്, അതായത് ഗ്രാൻഡ് മദർ മാത്രമേ ഉള്ളൂ. അടുത്ത 2 സ്ഥലത്ത് ഓൺലി ഗ്രാൻഡ് ഫാദർ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഇനിയോ ഒരു സ്ഥലത്ത് നോ ഗ്രാൻഡ് പാരൻസ്, ഒറ്റ ഗ്രാൻഡ് പാരൻസ് പോലും ഇല്ലെന്ന് വിചാരിക്കുക. അപ്പം ഇതായിരിക്കും നിങ്ങളുടെ ഡേറ്റ. ഇനി ഹൗ മെനി ഫാമിലീസ് ഡിഡ് യു വിസിറ്റ്? നമ്മളിപ്പോ 10 പേരെയാണ് വിസിറ്റ് ചെയ്തത്. നമ്പർ ഓഫ് ഫാമിലീസ് ലിവിംഗ് വിത്ത് ബോത്ത് ഗ്രാൻഡ് പേരൻസ് 4 പേരാണ്. ഇനി ഹൗ മെനി ഫാമിലീസ് ലിവിംഗ് വിത്ത് 1 ഗ്രാൻഡ് പാരന്റ്? 1 ഗ്രാൻഡ് പാരന്റ് എന്ന് പറഞ്ഞാൽ ഫീമെയിലും മെയിലും ഇത് രണ്ടും സിംഗിൾ ഗ്രാൻഡ് പാരന്റ് വീതമാണുള്ളത്. സോ 3 + 2 5. അവിടെ ഒരു ഗ്രാൻഡ് പാരന്റ് മാത്രമേ ഉള്ളൂ. ഹൗ മെനി ഫാമിലീസ് ലിവ് വിത്തൗട്ട് ഗ്രാൻഡ് പേരൻസ്? ഇവിടെ നോ ഗ്രാൻഡ് പാരൻസ്, ഒരാളാണ് ഉള്ളത്. ബിഫോർ വിസിറ്റിംഗ് ദ ഫാമിലീസ് ഡിസ്കസ് ദ ക്വസ്റ്റ്യൻ യു ആർ ഗോയിങ് ടു ആസ്ക് ദം ഇൻ ക്ലാസ്. ഓരോ വീടുകളിലേക്കും പോകുന്നതിന് മുമ്പ് അവിടെ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസും നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. ഇതും ഒറിജിനൽ ഡേറ്റ അല്ല, നിങ്ങൾ കളക്ട് ചെയ്യുന്ന ഡേറ്റ വേണം ഇവിടെ എഴുതാൻ. അപ്പൊ ഈ വീഡിയോ നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇതിന്റെ ബാക്കി ഭാഗം കുറെ പസിൽസ് ആണ്. അത് സെപ്പറേറ്റ് പസിൽസ് എന്ന് പറഞ്ഞ് തന്നെ വീഡിയോ ഇതിന്റെ കൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.